ദിബാൽ ആൻഡ് നിലേഷ് പത്രവാലയുടെ ജീവിതശൈലി കണ്ടെത്തുക എന്നാണ് വീഡിയോയുടെ പേര്. ഇതിൽ ദിബാൽ പത്രവാല എന്നൊരു ലീഡർ അവരുടെ ഒരു അനുഭവം പറയുന്നുണ്ട്. അതായത്, ഒരു കാലത്ത് നിനക്ക് ലിപ്സ്റ്റിക് ഇടാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവർ ഇന്നെന്റെ ഓട്ടോഗ്രാഫിനായി ക്യൂ നിൽക്കുന്നുവെന്ന്. ശരിക്കും പറഞ്ഞാൽ ആ ഒരൊറ്റ വാചകത്തിൽ തന്നെ എന്തോ ഒരു ആകർഷണമുണ്ട്, അല്ലേ? അപ്പോ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ഇതാണ്. എങ്ങനെയാണ് ഇത്രയും ശക്തമായ ഒരു സന്ദേശം അവരുണ്ടാക്കിയെടുക്കുന്നത്? ഇതിന്റെ ഒരു സൈക്കോളജി എന്താണ്? വിജയം, ശാക്തീകരണം, പിന്നെ ഒരു ബെറ്റർ ലൈഫ് എന്നൊക്കെയുള്ള ആശയങ്ങൾ എങ്ങനെയാണ് സാധാരണക്കാരിലേക്ക് എത്തുന്നത് എന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. അപ്പൊ നമുക്ക് ആ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ദിബാൽ പത്രവാലയുടെ ആ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ അവർ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സിനിമാ കഥ പോലെയാണ് തോന്നുന്നത്. മുടി കെട്ടാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ കളിയാക്കൽ കേട്ടിരുന്ന ഒരു സാധാരണ സ്ത്രീ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷനായി മാറുന്നു. ഇതൊരു സാധാരണ മുമ്പും ശേഷവും കഥയല്ല, ശരിക്കും അപമാനത്തിൽ നിന്നും ആദരവിലേക്കുള്ള ഒരു യാത്രയാണ്. അതെ അതെ, ഈ പറയുന്ന ആഖ്യാന രീതിക്ക് സൈക്കോളജിക്കലി ഭയങ്കര ശക്തിയുണ്ട്. ഇതിനെ നമ്മൾ സാധാരണ ഹീറോസ് ജേണി അഥവാ നായകന്റെ യാത്ര എന്നൊക്കെ പറയാറുണ്ട്. സിനിമകളിലൊക്കെ കാണുന്നത് പോലെ. അതെ, എല്ലാ സിനിമകളിലും പുരാണങ്ങളിലും നമ്മൾ കാണുന്നൊരു ഘടനയാണിത്. അതായത്, ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ആള്, അയാൾക്ക് മുന്നിൽ ഒരു വെല്ലുവിളി വരുന്നു. ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് അവസാനം ഒരു പുതിയ ആളായി, ഒരു വിജയിയായി തിരികെ വരുന്നു. ഇവിടെ ദിബാലിന്റെ സാധാരണ ജീവിതം, പിന്നെ വെസ്റ്റീജ് എന്ന ആ ഒരു വിളി കേട്ട് ഇറങ്ങി പുറപ്പെടുന്നത്, അതിലെ കഷ്ടപ്പാടുകൾ, ഒടുവിൽ കിട്ടുന്ന അംഗീകാരം, ഇതെല്ലാം ആ ഒരു ഘടനയിലാണ് വരുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ ഒരു ഘടന ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ കഥയുമായി ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടും. പണ്ട് കളിയാക്കിയവരുടെ മുന്നിൽ ജയിച്ചു കാണിക്കുക എന്നത് അത് ഒരുപാട് പേരുടെ ഉള്ളിലുള്ളൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തെയാണ് ഈ കഥ ശരിക്കും ഒന്ന് തൊട്ടുണർത്തുന്നത്. കൃത്യം. ഇത് പണമുണ്ടാക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, നഷ്ടപ്പെട്ട ആത്മാഭിമാനം തിരിച്ചു പിടിക്കുന്നതിനെക്കുറിച്ചും കൂടിയാണ്. അതുകൊണ്ടാണ് ഈ കഥയ്ക്ക് ഇത്രയധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ഇത് കേൾക്കുന്ന ഒരാൾക്ക്, ഓ, ഇവർക്കിത് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നൊരു തോന്നൽ വരും. സ്വാഭാവികമായും വരും. ആ ഒരു ചിന്തയാണ് ശരിക്കും ഈ ബിസിനസ്സിലേക്കുള്ള ആദ്യത്തെ വാതിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ശക്തമായ കഥ ആളുകളെ ആകർഷിക്കുന്നു. പക്ഷെ ഒരു കഥ മാത്രം കേട്ടാൽ ആരും ഒരു ബിസിനസ്സിൽ ചേരില്ലല്ലോ. ഈ അവിശ്വസനീയമായ മാറ്റം എങ്ങനെയാണ് സാധ്യമായത് എന്നതിനൊരു വിശദീകരണം കൊടുക്കണമല്ലോ. അവിടെയാണ് ഈ സിസ്റ്റം എന്ന വാക്ക് വരുന്നത്, അല്ലേ? അതെ, അതാണ് അടുത്ത ഏറ്റവും നിർണായകമായ ഘടകം. കഥ കേട്ട് ഇൻസ്പയർഡായ ഒരാൾ പിന്നെ ചിന്തിക്കുന്നത്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ? എനിക്കങ്ങനെ പ്രത്യേക കഴിവുകളൊന്നുമില്ലല്ലോ. ശരിയാണ്, ആ ഒരു പേടി വരും. ആ ഭയത്തെ ഇല്ലാതാക്കാനാണ് സിസ്റ്റം എന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നത്. ദിവാല് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടേക്ക് വന്നു, ഇവിടത്തെ സിസ്റ്റം പഠിച്ചു, ആ സിസ്റ്റം ഞങ്ങളുടെ ഉള്ളിലേക്ക് ആവാഹിച്ചു എന്ന്. അതിന്റെ അർത്ഥം എന്താണ്? വിജയം എന്നത് നിങ്ങളുടെ കഴിവിനെയോ ഭാഗ്യത്തെയോ ആശ്രയിച്ചല്ല, മറിച്ച് ആർക്കും പഠിക്കാനും പകർത്താനും കഴിയുന്ന ഒരു രീതി ഓൾറെഡി അവിടെ ഉണ്ട് എന്നാണ്. ഈ സിസ്റ്റം എന്ന വാക്ക് കേൾക്കുമ്പോൾ അതൊരേ സമയം വളരെ സിമ്പിളായും എന്നാൽ കുറച്ചൊരു മിസ്റ്റീരിയസ് ആയും തോന്നുന്നുണ്ടല്ലോ. എന്തോ ഒരു മാന്ത്രിക ഫോർമുല പോലെ. ഈ സിസ്റ്റം എന്താണെന്ന് വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ടോ, അതോ ആ വാക്കിന്റെ ശക്തി അതിന്റെ ആ ഒരു അവ്യക്തതയിലാണോ? നല്ല ചോദ്യമാണ്. വീഡിയോ അതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ അത് തരുന്ന സൂചന ഇതാണ്: ആദ്യം പഠിക്കുക, വിജയം നേടുക, പിന്നെ അതേ കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഒരു മെന്റർഷിപ്പ് മോഡൽ. അതെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ പഠിപ്പിക്കാനും വഴികാട്ടാനും ആളുകളുണ്ട് എന്നൊരു ഉറപ്പാണ് സിസ്റ്റം എന്ന വാക്കിലൂടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ബിസിനസ് പരിചയമില്ലെങ്കിലും സംസാരിക്കാൻ അറിയില്ലെങ്കിലും അതൊന്നൊരു പ്രശ്നമല്ല. ഈ സിസ്റ്റം നിങ്ങളെ പഠിപ്പിച്ചോളും. ആ ഒരു വാഗ്ദാനമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. ഇത് ആത്മവിശ്വാസം കുറഞ്ഞ ഒരു സാധാരണക്കാരന് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. അപ്പോ ശക്തമായ ഒരു വ്യക്തിഗത കഥ, അത് നേടാനായി ആർക്കും പിന്തുടരാവുന്ന സിമ്പിളായ ഒരു സിസ്റ്റം. ഈ രണ്ട് കാര്യങ്ങളും ചേരുമ്പോൾ തന്നെ ഇതൊരു നല്ല പാക്കേജായി. ഇനി വീഡിയോയുടെ അടുത്ത ഫോക്കസ് വരുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിലേക്കാണ്: സ്ത്രീകൾ. എന്തുകൊണ്ടാണ് ഈ ബിസിനസ് മോഡൽ സ്ത്രീകളെ ഇത്രയധികം ടാർഗറ്റ് ചെയ്യുന്നതും അവരിൽ വിജയിക്കുന്നതും? അതിന് വളരെ വ്യക്തമായ സാമൂഹിക കാരണങ്ങളുണ്ട്. ദിബാൽ തന്നെ പറയുന്നുണ്ട്, ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ജീവിതം വെസ്റ്റീജ് മാറ്റിമറിച്ചു എന്ന്. ഇത് വെറുമൊരു അവകാശവാദമല്ല. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്.
പക്ഷേ ഒരു രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള ഒരു ജോലിക്ക് പോകാൻ പലർക്കും സാഹചര്യമുണ്ടാവില്ല. കുട്ടികളുടെ കാര്യങ്ങൾ, വീട്ടുജോലികൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, അതെല്ലാം കഴിഞ്ഞ് അവർക്ക് സൗകര്യമുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന മാർഗമെന്ന നിലയിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന് വലിയ സ്വീകാര്യതയുണ്ട്. അപ്പോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് ടൈം ഒരു പ്രധാന ഘടകമാണ്. പക്ഷെ വീഡിയോയില് പണത്തെക്കുറിച്ച് മാത്രമല്ലല്ലോ പറയുന്നത്. ആത്മവിശ്വാസം, സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവ്, സമൂഹത്തിലെ അംഗീകാരം, ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ടല്ലോ. ഇതിനെ അവതരിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. മുൻപ് ഭർത്താവിനോടോ അച്ഛനോടോ പണത്തിനു വേണ്ടി കൈനീട്ടിയിരുന്ന ഒരു സ്ത്രീ അവർ സ്വന്തമായി വരുമാനമുണ്ടാക്കി കുടുംബത്തിന്റെ ഒരു നെടുന്തൂണായി മാറുന്നു. മറ്റുള്ളവർ അവരോട് ഉപദേശം ചോദിച്ചു വരുന്നു. അതെ, ഒരു വീട്ടമ്മയിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റി ലീഡറിലേക്കുള്ള ആ ഒരു മാറ്റം, ഈ ഒരു സാമൂഹിക പദവിയിലെ ഉയർച്ചയുടെ വാഗ്ദാനം പണത്തേക്കാൾ ആകർഷകമാണ് പലർക്കും. അതുകൊണ്ട് ഇത് വെറും ഫിനാൻഷ്യൽ എംപവർമെന്റ് അല്ല, സോഷ്യൽ എംപവർമെന്റ് കൂടിയാണ്. ശരിയാണ്, ആ ഒരു മാറ്റം വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഹീറോയുടെ യാത്ര പോലുള്ളൊരു പ്രചോദനാത്മകമായ കഥ, ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം, പിന്നെ സ്ത്രീ ശാക്തീകരണം എന്ന വലിയൊരു സാമൂഹിക വാഗ്ദാനം. പക്ഷേ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ഒരു സംശയം വരാമല്ലോ. ഇത്തരം കമ്പനികളെ വിശ്വസിക്കാൻ പറ്റുമോ? ഇത് സുരക്ഷിതമാണോ? ഈ ഒരു ചോദ്യത്തെ വീഡിയോ എങ്ങനെയാണ് നേരിടുന്നത്? വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണിത്. കാരണം ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്ത് ഒരുപാട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അതെ, അതുകൊണ്ട് ആ ഒരു പേടി സ്വാഭാവികമാണ്. അപ്പോ വിശ്വാസം അല്ലെങ്കിൽ ട്രസ്റ്റ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വീഡിയോയിൽ ആ വിശ്വാസം ഉറപ്പിക്കാൻ അവർ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒന്ന്, കമ്പനിയുടെ പ്രായം. ദിബാൻ പറയുന്നു, ഇത് 20 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെന്ന്. പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് പൂട്ടുന്ന കമ്പനികളുടെ കാലത്ത് 20 വർഷം എന്നതിന് വലിയ വിലയുണ്ട്. അത് സ്റ്റെബിലിറ്റിയുടെ, വിശ്വാസ്യതയുടെ ഒരു അടയാളമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അവരുപയോഗിക്കുന്ന ഒരു മെറ്റഫറാണ് 24 കാരറ്റ് സ്വർണം. വെസ്റ്റീജ് സ്വയം ഒരു 24 കാരറ്റ് സ്വർണമാണെന്ന് തെളിയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ തന്നെ മാറുകയാണ്. അത് വെറും വിശ്വാസ്യത മാത്രമല്ല, മൂല്യവും പരിശുദ്ധിയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? അതെ, സുരക്ഷിതത്വം, സന്തോഷം, മികച്ച ജീവിതം തുടങ്ങിയ വാക്കുകളോടൊപ്പം 24 കാരറ്റ് സ്വർണം എന്നുകൂടി ചേർക്കുമ്പോൾ ഇത് വെറുമൊരു ബിസിനസ് അവസരമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള ഒരു നിക്ഷേപമാണ് എന്നൊരു സന്ദേശമാണ് അവർ നൽകുന്നത്. സാമ്പത്തികമായി ഒരു ഉറപ്പില്ലാത്ത ഈ ലോകത്ത് സുരക്ഷിതത്വവും ഉറപ്പുള്ള ഒരു ഭാവിയും വാഗ്ദാനം ചെയ്യുന്ന ഒന്നിന് എപ്പോഴും ഡിമാൻഡുണ്ടാകും. ആ ഒരു ആവശ്യത്തെയാണ് ഈ വാക്കുകളിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതൊരു ബിസിനസ് പ്ലാൻ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഒരു നല്ല ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം വിൽക്കുകയാണ് ചെയ്യുന്നത്. പ്രതീക്ഷയും പിന്നെ ലളിതമായ വഴികളിലൂടെ ആർക്കും വിജയിക്കാം എന്ന ആത്മവിശ്വാസവുമാണ് ഇതിന്റെ യഥാർത്ഥ ഉൽപ്പന്നം എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ഘടകവും വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തതാണ്, ഒരു പ്രത്യേക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വിവരണങ്ങൾ ആളുകളെ ഇത്രയധികം സ്വാധീനിക്കുന്നത്. ഇത് കേൾക്കുന്ന ഒരാൾക്ക് തന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് വെസ്റ്റീജ് എന്നൊരു തോന്നലുണ്ടാക്കാൻ ഈ ഘടകങ്ങൾക്കെല്ലാം ഒരുമിച്ച് സാധിക്കുന്നു. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പങ്കുവെക്കട്ടെ. ഒരു ബിസിനസ് അവസരത്തെ എത്ര മനോഹരമായി ഒരു ജീവിത ലക്ഷ്യമാക്കി മാറ്റാമെന്ന് നമ്മളിന്ന് കണ്ടു. ഇനി നിങ്ങൾ ഏതൊരു അവസരത്തെ വിലയിരുത്തുമ്പോഴും, അത് ജോലിയാകട്ടെ, ബിസിനസ് ആകട്ടെ, മറ്റെന്തുമാകട്ടെ, സ്വയം ഒന്ന് ചോദിച്ചു നോക്കുന്നത് നന്നായിരിക്കും. എന്നെ ആകർഷിക്കുന്നത് അതിലെ പ്രായോഗികമായ പദ്ധതികളാണോ, അതോ അതിനെ പൊതിഞ്ഞു നിൽക്കുന്ന ആ മനോഹരമായ കഥയാണോ? ചിലപ്പോൾ രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതായിരിക്കാം, അല്ലേ? ഈ ചോദ്യത്തോടെ ഇന്നത്തെ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം.